അഞ്ചാം റൗണ്ടിൽ പിണറായി പിന്നിൽ, ധർമ്മടത്ത് അഞ്ചാം റൗണ്ടിൽ പിണറായി പരിശോധിക്കാൻ നമുക്ക് ഒരാളെ ഒരു റിപ്പോർട്ടറെ ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. എന്താണ് 1090 വോട്ടിന് പിന്നിൽ. 5 റൗണ്ട് പിന്നിടുമ്പോൾ മേൽക്കൈ, അതായത് ലീഡിൽ ചെറിയ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും 5 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഇപ്പോഴും പിണറായി വിജയന് മറികടക്കാൻ സാധിക്കുന്നില്ല അബ്ദുൾ റഷീദിനെ എന്നതാണ് ഇപ്പോഴും കൗതുകകരമാകുന്നത്. ഒരുപക്ഷെ UDFന്റെ ആഘോഷം അലയടിക്കുമ്പോൾ അവിടെ ധർമ്മടത്ത് പിണറായിയുടെ അനുഭാവികൾക്ക് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, ശശി തരൂർ എല്ലാവരും KPCC ആസ്ഥാനത്ത്. VD സതീശനെ ആവേശപൂർവ്വം പ്രവർത്തകർ നയിക്കുന്നു ഇന്ദിരാഭവന് അകത്തേക്ക്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയി. അവർക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള സുരക്ഷ ഒരുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. ഇതാ അണികൾ ഏറ്റെടുത്തിരിക്കുന്നു, VD സതീശനെ പ്രവർത്തകർ ഏറ്റെടുത്തിരിക്കുന്നു. അവർ ഒന്നടങ്കം ചുറ്റും കൂടുന്നു. ആപാലവൃത്തം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴുണ്ട്. അവർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, അവർ അലയടിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ദിരാ ഭവൻ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു നിമിഷങ്ങൾക്ക് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു കേരളത്തിലെ KPCC ഓഫീസിൽ ഇതുപോലെ ഒരു ആൾക്കൂട്ടത്തെ കാണാൻ സാധിച്ചത്, ഇതുപോലെ ഒരു ആരവം കാണാൻ സാധിച്ചത്, നേതാക്കളുടെ ഒത്തുചേരൽ കാണാൻ സാധിച്ചത്, അണികളുടെ ആവേശ മുദ്രാവാക്യങ്ങൾ കേൾക്കാൻ സാധിച്ചത്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ആഘോഷിക്കുകയാണ്. കേരള കോൺഗ്രസ് വലിയ തകർച്ച നേരിടുകയാണ്. ഒരു മണ്ഡലം ഒഴികെ മറ്റെല്ലായിടത്തും കേരള കോൺഗ്രസ് പിന്നിലാണ്. 12ഇടത്ത് മത്സരിച്ചതിൽ 11ഇടത്തും എല്ലാ തീരുമാനങ്ങളും UDFന്റെ എല്ലാ തീരുമാനങ്ങളും കോൺഗ്രസിന്റെ എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു. നമുക്ക് കാണാം, അത്രമേൽ വലിയ ആൾക്കൂട്ടത്തെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആഘോഷ തിമിർപ്പിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എടുത്ത തയ്യാറെടുപ്പ്. ലക്ഷ്യ എന്ന ക്യാമ്പിലൂടെ അവർ ലക്ഷ്യമിട്ടത് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ UDF എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ 3 അക്കത്തിലേക്ക് കടക്കുന്നു UDFന്റെ മെജോറിറ്റി എന്നതാണ്. ഒരു പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDF വീണ്ടും അധികാരം തിരിച്ചു പിടിക്കുന്നു. ആ ആവേശത്തിന്റെ കാഴ്ചയാണ് നമുക്ക് KPCC ആസ്ഥാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രവചിച്ച 100-ലധികം സീറ്റ് എന്നതിലേക്ക് UDF എത്തുകയാണ്. 96 സീറ്റിൽ UDF മുന്നിട്ട് അവിടെ പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫ്ലക്സ്, അവരുടെ പ്ലക്കാർഡുകൾ നോക്കൂ രേണു. ബൈ ബൈ പിണറായി എന്നാണ്. അതായത് പിണറായിക്കാണ് വിട പറയുന്നത്. അവർ LDFനല്ല, CPMനല്ല. ഇതാണ് നമ്മൾ സൂചിപ്പിച്ചത്. കേരളം ഒന്നാകെ പിണറായി വിജയന്റെ മാത്രം ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് പിണറായി എന്ന ഒരേ ഒരു നേതാവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച അതേ CPMന് മറുപടി നൽകുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ഞങ്ങളുണ്ട് എന്ന് കോൺഗ്രസ് മറുപടി പറയുന്നു. ഏറ്റവും കൗതുകകരമായ കാഴ്ചകൾ KPCC ആസ്ഥാനത്ത് നമ്മൾ കാണുകയാണ്. രമേശ് KCയെ കെട്ടിപ്പിടിക്കുന്ന VD സതീശൻ, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന നേതാക്കൾ, KCയെ പുണരുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തലയെ പുണരുന്ന VD സതീശൻ. അങ്ങനെ യോജിപ്പിന്റെ പിണറായി വിജയനെതിരെ ഈ തരത്തിലാണല്ലോ മുദ്രാവാക്യം വന്നത്. അതപ്പോ എല്ലാ അർത്ഥത്തിലുമുള്ള മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു മുന്നണിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി കൂടി ഈ തെരഞ്ഞെടുപ്പ് മാറാൻ സാധ്യത. അതാണ് ഈ ചിത്രം. അതായത് ക്യാപ്റ്റന്റെ സ്വന്തം മണ്ഡലത്തിൽ ധർമ്മടത്ത് 5ാം റൗണ്ട് എണ്ണുമ്പോഴും ക്യാപ്റ്റനെ പിന്നിലാക്കി സംസ്ഥാനത്തെ മന്ത്രിമാർ. നമ്മളത് വളരെ ഇതിനു മുമ്പ് പലതവണയായി ന്യൂസ് 18 പങ്കുവച്ചതാണ്. 2021 മത്സരിച്ച മന്ത്രിമാരിൽ ഒരാൾ മാത്രമാണ് പരാജയപ്പെട്ടത് എങ്കിൽ ഇപ്പോൾ ഇതാ 14 മന്ത്രിമാർ പിന്നിട്ട് നിൽക്കുന്നു. മന്ത്രിമാർ ഒന്നടങ്കം തോൽവി ഏറ്റുവാങ്ങുന്നു. രണ്ടാമത്തെ വിഷയം നോക്കൂ, പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ മുന്നോട്ട് വെച്ച എല്ലാ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളും പൊളിഞ്ഞടുങ്ങുന്നു എന്നതാണ് ഈ ചിത്രം. അതായത് എല്ലാ തരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് ആധിപത്യം UDFന് ഇതിലുണ്ടാവുന്നു. അത് തെരഞ്ഞെടുപ്പ് നയിച്ചവർക്കുണ്ടാവുന്നു എന്ന സാഹചര്യമാണ്. മന്ത്രിമാരുടെ പരാജയം പ്രധാനമാണ്. കാരണം മന്ത്രിമാരുടെ പരാജയം എന്നത് ഒരു തരംഗത്തിലും അവർ അങ്ങനെ വീണു പോകരുത്. കാരണം മന്ത്രിസഭയുടെ മുൻനിരക്കാരായിരുന്നു അവർ. സർക്കാരിന്റെ നയപരിപാടികൾ നടപ്പിലാക്കിയവരാണ്. ഇവിടുത്തെ ഗ്ലാമർ താരങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ പരാജയം ആ തരത്തിൽ തന്നെ വിലയിരുത്തപ്പെടും. ഒരുപക്ഷേ സമീപകാല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പരാജയപ്പെടുന്ന മന്ത്രിമാരുണ്ടാവുന്ന തെരഞ്ഞെടുപ്പാണോ ഇതെന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമാണ്, അത് ചർച്ച ചെയ്യപ്പെട്ടത്. തീർച്ചയായും. അതായത് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്
ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന ചോദ്യം LDF ചോദിച്ചിരുന്നു. ഞങ്ങളുടെ MLA-മാരിൽ എത്ര പേര് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ ഇതാ മന്ത്രിമാർ തോറ്റു പിൻവാങ്ങുന്നു, MLA-മാർ കൂട്ടത്തോടെ തോൽക്കുന്നു. അങ്ങനെ LDF ഒന്നടങ്കം പരാജയപ്പെടുന്നു. മാനന്തവാടിയിൽ OR കേളു 5ാം റൗണ്ടിൽ 2586 വോട്ടിന്റെ ലീഡ് എടുക്കുന്നു എന്നൊരു വാർത്ത LDF-ന് ആശ്വാസകരമായി വരുന്നു. മാനന്തവാടിയിൽ കഴക്കൂട്ടത്ത് LDF 806 വോട്ടുകൾക്ക് മുന്നിൽ, അവിടെയും ആശ്വാസകരമായ വാർത്ത. കഴക്കൂട്ടത്ത് നമ്മൾ ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു തൂത്തുവാരൽ ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ടയിൽ പ്രകടമാണ്, കോട്ടയത്ത് അതാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ഒഴികെയുള്ള എല്ലാ ഇടങ്ങളും 8ഇടത്തും UDF ആണ് ഇപ്പോൾ ലീഡ് നേടിക്കൊണ്ട് നിൽക്കുന്നത്. ഇതേസമയം എറണാകുളം അതാണ്, ഇടുക്കിയും തൂത്തുവായിരുന്നു. ഈ തരത്തിൽ മധ്യകേരളത്തിന്റെ ഒരു പൂർണ്ണ ചിത്രമുണ്ട്. മലബാറിലേക്ക് പോകുമ്പോൾ പ്രതിഫലനം ഉണ്ടായത് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആവാം. ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ. എന്തായാലും അത് LDF-ന് ഇപ്പോൾ ഒരു ആശ്വാസം നൽകുന്നു. നേരത്തെ ആരായിരിക്കും പ്രതിപക്ഷത്തിരിക്കാനെന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി വേണമായിരുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഇപ്പോൾ പിന്നിൽ പോവുകയും അങ്ങനെ KN ബാലഗോപാൽ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വിജയിച്ചാൽ KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ വിജയം, അങ്ങനെ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിലെങ്കിലും ആശ്വാസമാകുന്നുണ്ടാകും. ചാണ്ടി ഉമ്മൻ ഇതാ 25,000 കടന്നു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ മേൽക്കൈ ലീഡ് 25,000 പിന്നിട്ടിരിക്കുന്നു. മട്ടന്നൂരിൽ VK സനോജ് ഭൂരിപക്ഷം കുറയുന്നു, വെറും 309. കഴിഞ്ഞ തവണ KK ശൈലജ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച മട്ടന്നൂരിലാണ് VK സനോജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി 309 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുന്ന സാഹചര്യം. മട്ടന്നൂരിലെ തോൽവി അല്ലെങ്കിൽ മട്ടന്നൂരിലെ പിന്നോട്ട് പോക്ക, തോൽവി എന്ന് സാങ്കേതികമായി പറയാനാവില്ല എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ 500 വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, അതായത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് KK ശൈലജ മട്ടന്നൂരിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. എങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, KK ശൈലജയ്ക്ക് ശേഷം പിന്നീട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത വീണ ജോർജ് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഭിമർക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് UDF തരംഗം വലിയ രീതിയിൽ വമ്പൻ മരങ്ങൾ പോലും കടമുഴകുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഏത് നേതാവിനെ പരിഗണിക്കണമെന്നതിൽ പോലും ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമോ? KN ബാലഗോപാലിന്റെ വിജയം, ഒരു UDF തരംഗം ഉണ്ടായാൽ പോലും വളരെ പെട്ടെന്ന് നടക്കും. ഇതായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. പക്ഷേ അവിടെയും വെല്ലുവിളി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം T രാജീവിന്റെ കളമശ്ശേരിയിലെ സാധ്യതകൾ ഇപ്പോഴും തുലാസിലാണ്. അങ്ങനെ വമ്പൻ തിരിച്ചടികൾ ഉണ്ടാവുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൽ, ഇടതു രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണ സാധ്യതകൾക്ക് പോലും ഇടവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഇത് മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ പുതിയ മുഖങ്ങൾ ഉണ്ടാവേണ്ടി വരും. UDF-നും പുതിയ താരോദയങ്ങൾ സംഭവിക്കും. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPIM നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ തലമുതിർന്ന പല നേതാക്കളും CPM-ന്റെ നേതൃത്വം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.